കൂണിൽ വിഷാംശം ഉണ്ടോ എന്ന് അറിയാനാണ് ഇങ്ങനെ മഞ്ഞൾ പൊടിയിൽ ഇട്ട് വെക്കുന്നത്. ഉണ്ടെങ്കിൽ നീല നിറാവുന്ന പറയുന്നത്. നല്ല കൂണാണ്. എല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചതച്ച് ചേർക്കാം കേട്ടോ. ഞങ്ങളിവിടെ മാഷ് വെളുത്തുള്ളി കൂട്ടൂല. പിന്നെ അത് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചേർത്തു. എല്ലാം കൂടി വഴറ്റി. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കൂണ് പലതരത്തിൽ വെക്കാം. മൊളീഷ്യനായിട്ട് ചെറിയ വറ്റിച്ചിട്ട് മൊളീഷ്യനായിട്ട് അങ്ങനെ വെക്കാം. ഞാനിതിപ്പോൾ കുറച്ച് ചാറാക്കിയിട്ട് വെക്കുന്നു. അതുകൊണ്ടതിങ്ങനെ. പിന്നെ തേങ്ങ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക. മൊളീഷ്യനാണെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. കൂണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ കുരുമുളക് പൊടി ചേർത്തു കൊടുത്തു. പിന്നെ നമ്മൾ കൂണിൽ ചേർത്ത് കൊടുക്കുന്നു. കൂണിനാവശ്യമായ ഉപ്പ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. എൻ്റെ പുതിയ ചട്ടിയാണ്. പിന്നെ കൂണിന്ന് വെള്ളം ഇറങ്ങി എല്ലാം കൂടെ കുറച്ച് വെള്ളമുണ്ട്. അത് പുതിയ ചട്ടി ആയതുകൊണ്ട് അങ്ങ് വറ്റിക്കോളും. അങ്ങനെ നല്ല ടേസ്റ്റിയായ കൂണ് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.